ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു. അവനോടാ കളി. ഗൗരി വാ, ആ അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂവി വിളിപ്പിക്കണം. നീ വാ. Well done. Thank you, sir. Keep it up. Sure, sir. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താ അവൻ ചാടിയിരിക്കണേ. അച്ഛ പെട്ടുപോയി, ഇനി ചാടിയേ പറ്റൂ. മച്ചാ, നമ്മുടെ മൊണോപ്പൊളി പൊളിക്കരുത്. അടിച്ചതിന്റെ മോണെ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. അയ്യോ മച്ച, പ്രോബ്ലം. കമോൺ കമോൺ മച്ചാ, മൊണോപ്പൊളി ഇവിടെ അല്ലേ? കമോൺ മച്ച. അവന് ഗർഭ ചാമ്പ്യനാ. അലവരാതി. അർജുൻ പോയത് നന്നായില്ലെങ്കിൽ പിന്നെയും ചമ്മിയാനെ. പടി പോവാൻ വാ. മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ മച്ച, കാണാട്ടോ. ഡാടാ, നീ ഒറ്റയ്ക്ക് ആടി പഠിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യോ അയ്യോ കോഴി. അയ്യോ എന്റെ കോഴികളെ കാണാനില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മച്ചാന്റെ ക്യാപ്റ്റൻസിക്ക് ഒരാട്ടം കൂട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ഗൗരിക്കും ഒരാട്ടം കൂട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ. അത് സംശയമൊന്നല്ല, സത്യമല്ലേ? ആ മച്ചാൻ തോന്നും ഞാൻ നിന്നോ. അവൻ പെണ്ണു കൊണ്ട് പോകും. എന്റെ ചവിട്ടിന്റെ എന്നെയല്ല, ചവിട്ടി അർജുനെ പോയി ചവിട്ട്. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ എന്റെ കോഴി. അയ്യോ കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാന്ന്. പറ്റുകളെ, എന്റെ വയറ്റിൽ പിഴപ്പാണ് നിങ്ങൾ കഴിക്കണത്. എനിക്കതിന് കാശ് കിട്ടണം. കാശാ? കോഴി കാശും കൊണ്ടാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തേ കാണിച്ചേ? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്നതാ. കാശ് കൊടുറാ. കാശ് കൊടുത്തില്ലെങ്കിൽ താനിതിൽ ഇടപെടണ്ട. ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നമാണ്. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ ആ തെറ്റാണ്. അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോകും. നീ കാശും കൊണ്ടേ പോകൂ, അല്ലടാ. ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യുന്നു? വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യൂടാ?
നാണമില്ലേ നിങ്ങൾക്ക്? സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ. നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാസികള്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. Not only that, it should be a warning for other students too. കുഞ്ഞവര. യെസ് സർ. സോ ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ്സിൽ കയറുണ്ടാവും. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നത്. ആ ടീനു ഫൈൻ അടിക്കാൻ പോയി കഴിഞ്ഞു. സോറി, ഒന്ന് മാറണേ, ഒന്ന് മാറണേ ചേട്ടാ. കുറച്ച് പൈസയുടെ കുറവുണ്ട്. പറ്റില്ല പറ്റില്ല, അത് ശരിയാവില്ല. അല്ല ചേട്ടാ, ഇല്ല, please. നടക്കില്ല. കുറച്ച് ഇവിടെ റൊക്കം ക്യാഷുള്ള ചേട്ടാ, ചേട്ടാ പ്ലീസ് ഒന്ന് അനുസരിച്ച്. മച്ചാ, അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. അർജുൻ 48 റൗണ്ട് കഴിഞ്ഞു. ഇനി 2 റൗണ്ടേ ബാക്കിയുള്ളൂ. ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യും പോലെ എളുപ്പാന്ന് വിചാരിച്ചു കാണും. വീണു പോവോ സാർ?
Oh.